വെൽക്കം ടു ഹീലിംഗ് ടച്ച്. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ മനീഷ. ഞാൻ കോത്താനിക്കാട് സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് സേവനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒരു പെൺകുഞ്ഞിന്റെ കൗമാര കാലഘട്ടം തുടങ്ങി വാർദ്ധക്യകാലം വരെ പ്രധാനമായിട്ടും അവരെ ബാധിക്കുന്ന അസുഖങ്ങളെ പറ്റിയാണ്. കൗമാര കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ, ആർത്തവ ആരംഭത്തിന് മുമ്പുള്ള പ്രശ്നങ്ങൾ ഇവയെല്ലാമാണ്. യൗവന കാലഘട്ടത്തിൽ ആർത്തവ കാലഘട്ട പ്രശ്നങ്ങൾ, വന്ധ്യതാ പ്രശ്നങ്ങൾ, ഗർഭധാരണവും അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ, വിവിധങ്ങളായ അർബുദ രോഗങ്ങൾ ഇവയെല്ലാമാണ്. വീണ്ടും മാസമുറ നിൽക്കാറാവുന്ന സമയങ്ങളിൽ പെരിമെനോപോസ്, മെനോപോസ്, പോസ്റ്റ് മെനോപോസ് ഈ പ്രായത്തിലുള്ള പ്രശ്നങ്ങളും നാം കണ്ടുമുട്ടുന്നുണ്ട്. ഒരു പെൺകുഞ്ഞ് നവജാത ശിശുവായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ മുതൽ അതിന്റെ വളർച്ചയുടെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ഒരു ഗൈനക്കോളജിസ്റ്റിന് വഹിക്കാനുള്ള പങ്ക് വളരെയേറെയാണ്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ അവബോധം കൊടുക്കുക, ശാരീരികവും മാനസികവും ആത്മീയവുമായി ഒരു അമ്മയാകുവാൻ അവളെ പക്വമതിയാക്കുക എന്നത് വളരെ വലിയ കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ നാം ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി രോഗങ്ങൾ, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, ഗർഭധാരണത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, വിവിധങ്ങളായ അർബുദ രോഗങ്ങൾ ഇവയെല്ലാമായി അവയെ തരംതിരിക്കാവുന്നതാണ്. ഇന്നത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികളിൽ പ്രധാനമായും നമ്മുടെ കൗമാര പ്രായക്കാരുടെ ഇടയിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നത്. ഇന്നത്തെ കൗമാരപ്രായക്കാരുടെ ഇടയിൽ നാം കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളാണ്: ഒന്നുകിൽ അവർക്ക് ക്രമമായി ആർത്തവം വരുന്നില്ല, അഥവാ വന്നു കഴിഞ്ഞാൽ ഏറെ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നു, അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നു, ചിലർക്ക് അമിതമായ ശരീരവണ്ണം വയ്ക്കുന്നു. ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ. ഇവയുടെ എല്ലാം ഒരു ആകെ തുകയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PCOD എന്നത്. ഇന്നത്തെ നമ്മുടെ കൗമാരപ്രായക്കാരിടയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 55% കുട്ടികൾ ഇന്ന് കേരളത്തിൽ ഇത് ബാധിച്ചതായി കാണപ്പെടുന്നുണ്ട്. ഇവയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം മെഡിക്കൽ ഫീൽഡിൽ നാം പറയുകയാണെങ്കിൽ ജനറ്റിക്കായി ഇൻഹെറന്റായി കിട്ടുന്നതാണ് ഇതെന്ന് പറയുന്നുവെങ്കിലും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് ഇവയുടെ ലക്ഷണങ്ങളെ ഇന്ന് ഏറ്റവും മുൻപന്തിയിലോട്ട് കാണിക്കുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇന്ന് ഗൈനി OPDയിൽ ഞാൻ ഇരിക്കുമ്പോൾ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്റെ അടുത്ത് സമീപിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ ആർത്തവത്തോട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരെ ബോധവൽക്കരിക്കുക, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ ഉപദേശിക്കുക, അവയ്ക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുക എന്നതൊക്കെയാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഇന്ന് നാം കണ്ടുകിട്ടുന്നത് പോലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി വ്യായാമക്കുറവ്, ജീവിതഘടനയിലുള്ള മാറ്റങ്ങൾ, ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ശീലങ്ങൾ ഇവയെല്ലാം ഈ PCODയുടെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഏറെ കാരണമാകുന്നുണ്ട്. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ അവയുടെ ബാഹ്യമായ പ്രകടനം പോലെ കാണുന്നതാണ് അമിതമായ ശരീരവണ്ണം വയ്ക്കുക, മുഖത്ത് ഏറെ മുഖക്കുരുകൾ പ്രത്യക്ഷപ്പെടുക, കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം കാണുക, താടിയിലും മൂക്കിന് താഴെയും മുഖഭാഗങ്ങളിലുമായി രോമവളർച്ച ഉണ്ടാവുക. ഇവയെല്ലാം ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ബാഹ്യമായിട്ട് ഈ പെൺകുട്ടി PCOD ഉള്ള ആളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത്തരക്കാരെ തന്നെ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറ്റും: ഒബീസ് PCOD, ലീൻ PCOD എന്നിങ്ങനെ. ഒബീസ് PCODക്കാരെ നമുക്ക് ബാഹ്യമായ ലക്ഷണങ്ങൾ വെച്ച് തന്നെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്ന പെൺകുട്ടികളോട് ഞാൻ സാധാരണമായി നിർദ്ദേശിക്കാറുള്ളത് അവരുടെ ഭക്ഷണ രീതികളിൽ വ്യത്യാസം വരുത്തുക, ക്രമമായി വ്യായാമ മുറകൾ ശീലിക്കുക,
ഇവയെല്ലാമാണ്. ഒപ്പം തന്നെ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠനത്തിനും ഒപ്പം ശാരീരിക വ്യായാമത്തിനും എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുക. ആത്മീയവും ശാരീരികവും മാനസികവുമായ ഫിറ്റ്നസ് ഉള്ളവരാകുക. ഇങ്ങനെ തന്നെ കൗമാരക്കാരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റും. PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് കുറച്ചുകൂടി മുതിർന്നവരിലേക്ക്, അതായത് അഡോളസന്റ് ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞ് വിവാഹപ്രായമെത്തിയ നമ്മുടെ പെൺകുട്ടികളിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും അത് ഏറെ ഗൗരവമുള്ളതാകുന്നു. ഇന്ന് വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ അഥവാ 2-3 വർഷങ്ങൾക്ക് ശേഷം ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ OPDയിലേക്ക് ദമ്പതികൾ കടന്നു വരുന്നത് പ്രധാനമായും കുഞ്ഞുങ്ങളില്ല എന്നൊരു പരാതിയുമായിട്ടായിരിക്കും. ഏറെ പ്രതീക്ഷയോടും ഒപ്പം മനസ്സിലേറെ ടെൻഷനോടും കൂടിയാണ് അവർ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. ഇത്തരുണത്തിൽ നാം അവരെ നിരവധിയായ പരിശോധനകൾക്ക് വിധേയരാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരനാണെന്ന്. വിവിധങ്ങളായ സോഷ്യൽ മീഡിയകളിലൂടെയും സ്കൂളിലെ വിദ്യാഭ്യാസങ്ങളിലൂടെയും മുൻപത്തേതിനേക്കാൾ ഇന്ന് കുട്ടികൾ ആരോഗ്യകാര്യത്തിൽ ഏറെ ബോധവതികളാണ്. ആയതിനാൽ തന്നെ വിവാഹത്തിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ആവശ്യമായ പോംവഴികൾ കണ്ടെത്തുന്നതിനും അവർ ഏറെ ഉത്സുകരാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ OPDകളിൽ ഇന്ന് കുഞ്ഞുങ്ങളില്ല എന്ന പ്രശ്നവുമായി വരുന്ന ദമ്പതികളുടെ എണ്ണം ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത്തരുണത്തിൽ അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടും മറ്റുമുണ്ടാകുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങൾ, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ പുരുഷന്മാരിലുണ്ടാകുന്ന ബീജത്തിന്റെ കൗണ്ട് കുറവ്, ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളാണ്. ഇതിന്റെ എല്ലാം പിന്നിലേക്ക് നാം എത്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, നമ്മുടെ ജോലിയോട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഏറെ സ്ട്രെസ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ, ഇവയെല്ലാം ഒരു പരിധിവരെ ഇന്ന് ദമ്പതികളിൽ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചികിത്സ എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ആണെന്ന് നമുക്കറിയാമല്ലോ. ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ ഇന്ന് പെൺകുട്ടികൾ പലപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും വേണ്ടത്ര ട്രീറ്റ്മെന്റുകൾ എടുക്കുകയും ചെയ്യുന്നതായി നാം കണ്ടുവരാറുണ്ട്. ദിവസേനയുള്ള വ്യായാമം, ഭക്ഷണ രീതിയിലുള്ള ക്രമീകരണം, ഇവയെല്ലാം വഴി ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കുമെന്നാണെന്ന്. ഇവയ്ക്കും സാധിച്ചില്ലെങ്കിൽ വീണ്ടും നാം മെഡിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ മുൻകൈയെടുക്കണം. കൗമാര കാലഘട്ടം പിന്നിട്ട് വീണ്ടും ഒരു 20 മുതൽ 40-45 വയസ്സ് വരെ സ്ത്രീകളിൽ നാം കണ്ടുമുട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആർത്തവ സംബന്ധമായ രോഗങ്ങൾ. ഒന്നുകിൽ അവർക്ക് ബ്ലീഡിംഗ് കുറവാണ്, അല്ലെങ്കിൽ ഏറെ ദിവസം ബ്ലീഡിംഗ് നീണ്ടു നിൽക്കുന്നു, അമിതമായ രക്തസ്രാവം മൂലം വിളർച്ചയുണ്ടാകുന്നു, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. ഇത്തരുണത്തിൽ അവർ എത്രയും നേരത്തെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് ആവശ്യമായ പരിശോധനകൾ സ്വീകരിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ടെസ്റ്റുകൾക്ക് അവർ വിധേയരാകുകയും ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം ഇന്ന് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ, വിവിധങ്ങളായ തരത്തിലുള്ള മുഴകൾ തുടങ്ങിയവയെല്ലാം സ്ത്രീകളെ ഇന്ന് ഏറെ ബാധിക്കുന്നുണ്ട്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, അതായിരിക്കണം നമ്മുടെ പോളിസി. ഒരു കുഞ്ഞ് രൂപം കൊള്ളുമ്പോൾ ഗർഭധാരണത്തിന്റെ ആദ്യ നാളുകളിൽ അതിന്റെ മസ്തിഷ്കത്തിന്റെ വികസനത്തിന്, വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ഫോളിക് ആസിഡ്. അതിനാൽ തന്നെ ഞങ്ങൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് പ്രീ കൺസെപ്ഷണൽ പീരീഡ്, അതായത് ഗർഭധാരണത്തിന് 1-2 മാസം മുമ്പ് തന്നെ ഈ ഫോളിക് ആസിഡ് എടുത്തു തുടങ്ങാമെന്ന്. വീണ്ടും ഗർഭധാരണത്തിന് ശേഷം ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മൾ നിർബന്ധമായും പെൺകുട്ടികളോട് ഫോളിക് ആസിഡ് എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. വീണ്ടും 11 തുടങ്ങി 12 വരെയുള്ള ആഴ്ചകളിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ്, വളർച്ച, ന്യൂറൽ ട്യൂബ് തിക്നെസ് ഇവയെല്ലാം മനസ്സിലാക്കുന്നതിനായി ഒരു അൾട്രാസൗണ്ടും നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. 40 ആഴ്ചക്കാലം വരെയുള്ള വിസിറ്റിന് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ എന്നിങ്ങനെ വിഭജിച്ച കാലയളവുകളാണ് കാണുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആദ്യത്തെ 3 മാസക്കാലം 12 ആഴ്ചയാണ് നമ്മൾ വിവക്ഷിക്കുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്ററും അഥവാ 28 ആഴ്ച വരെ എല്ലാ മാസവും മാസത്തിലൊരു ചെക്കപ്പ് എന്നാണ് നമ്മൾ ഗർഭിണികളോട് ഉപദേശിക്കാറുള്ളത്. വീണ്ടും 28 ആഴ്ച തുടങ്ങി 36 ആഴ്ച വരെ 2 ആഴ്ചയിലൊരിക്കൽ ഡോക്ടറെ സമീപിക്കുകയും
പരിശോധനകൾക്ക് വിധേയമാവുകയും ചെയ്യേണ്ടതുണ്ട്. വീണ്ടും 36 ആഴ്ച തുടങ്ങി 40 ആഴ്ച വരെയുള്ള കാലയളവിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തണമെന്നാണ് നാം നിർദ്ദേശിക്കുന്നത്. 5-ാം മാസം, അതായത് 18 ആഴ്ച തുടങ്ങി 22 ആഴ്ച വരെയുള്ള കാലയളവിൽ അനോമലി സ്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്കാൻ ചെയ്യിക്കാറുണ്ട്. കുഞ്ഞിന്റെ ശാരീരിക അവയവങ്ങളുടെ വളർച്ചയും എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സ്കാനായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. ഇത് തന്നെ 2 ഡയമെൻഷൻ സ്കാൻ, 4 ഡയമെൻഷൻ സ്കാൻ എന്നിങ്ങനെ പലതരമുണ്ട്. ഇന്ന് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി പല മാതാപിതാക്കന്മാരും 4 ഡയമെൻഷൻ സ്കാനിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഒരു സ്കാൻ നാം പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ട്. വീണ്ടും 5-ാം മാസം, അതായത് 18 ആഴ്ച തുടങ്ങി 22 ആഴ്ചയുള്ള കാലയളവിൽ ഒരു സ്കാൻ നിർദ്ദേശിക്കാറുണ്ട്. വീണ്ടും 8-ാം മാസത്തിനും 9-ാം മാസത്തിനും ഇടയ്ക്ക് ഒരു അൾട്രാസൗണ്ട് നാം നിർദ്ദേശിക്കാറുണ്ട്. ഓരോ സ്കാനിനും അതിന്റേതായ ഉദ്ദേശ്യങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ 3 മാസം, അതായത് 11 ആഴ്ച 12 ആഴ്ചയ്ക്ക് ഇടയിൽ ചെയ്യുന്ന സ്കാൻ കൊണ്ട് വിവക്ഷിക്കുന്നത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ്, വളർച്ച, ന്യൂറൽ ട്യൂബ് തിക്നെസ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. വീണ്ടും 5-ാം മാസത്തെ സ്കാൻ കൊണ്ട് വിവക്ഷിക്കുന്നത് കുഞ്ഞിന്റെ ബാഹ്യമായ അവയവങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയോ എന്നും എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനും മറുപിള്ളയുടെ പൊസിഷൻ, വെള്ളത്തിന്റെ അളവ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും 9-ാം മാസത്തെ സ്കാൻ കൊണ്ട് വിവക്ഷിക്കുന്നത് കുഞ്ഞിന്റെ ശരീരഭാരം, വെള്ളത്തിന്റെ അളവ്, മറുപിള്ളയുടെ പൊസിഷൻ ഇവയെല്ലാമാണ്. ആദ്യത്തെ 3 മാസത്തിനുള്ളിലുള്ള രക്ത ടെസ്റ്റുകൾക്ക് ശേഷം വീണ്ടും 6-ാം മാസമാകുമ്പോൾ നാം ഗർഭിണികളോട്, അതായത് 24-26 ആഴ്ചകളാകുമ്പോൾ പറയാറുണ്ട് GTT അഥവാ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യണമെന്ന്. ഒരു പേഷ്യന്റ് ഷുഗർ രോഗിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്, അതായത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലൈറ്റിസം GDM ആണോ എന്ന് മനസ്സിലാക്കുന്നത് ഈ ടെസ്റ്റ് വഴിയാണ്. ഓരോ മാസത്തെയും ആന്റിനേറ്റൽ ചെക്കപ്പ് അഥവാ ANC ചെക്കപ്പ് വഴി നാം ഉദ്ദേശിക്കുന്നത് രോഗിയുടെ BP, ഷുഗറിന്റെ അളവ്, ഹീമോഗ്ലോബിന്റെ അളവ്, കുഞ്ഞിന്റെ വളർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ്. ഒപ്പം തന്നെ 9 മാസത്തെ കാലയളവിൽ 10 തുടങ്ങി 12 വരെ കിലോ ഭാരമാണ് ഒരു ഗർഭിണി കൂടുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നത്. ഇത് ഇന്ത്യൻ കണക്ക് പ്രകാരമാണ്. ഒരു യുവതിയെ അമ്മയാക്കുവാൻ, പരിപക്വമാക്കാൻ നാം പ്ലാൻ ചെയ്യുമ്പോൾ മാനസികവും ശാരീരികവും ആത്മീയവുമായി അവളെ ഒരുക്കുമ്പോൾ നാം പല കാര്യങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. മനസ്സിൽ നിന്നും അനാവശ്യമായ ടെൻഷൻസ് ഒഴിവാക്കുക. ഒരു കുഞ്ഞിന് രൂപം കൊടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ വികാരങ്ങളും വിചാരങ്ങളും ആ കുഞ്ഞിനെ കൂടി സബ് കോൺഷ്യസ് ലെവലിൽ ബാധിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയുമായിരിക്കണം അവൾക്കുണ്ടായിരിക്കേണ്ടത്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നാം കണ്ടുവരുന്നത്, ഒരു പെൺകുട്ടി ഗർഭിണിയാണെങ്കിൽ അവൾ ജീവിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലമനുസരിച്ച് അവളുടെ ജീവിതശൈലിയിലും ഏറെ മാറ്റങ്ങൾ ഉണ്ടാകും. ചിലർ ഏറെ കഠിനാധ്വാനം ചെയ്ത് ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിനെ പരിചരിക്കാൻ പോലും സമയമില്ലാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഇവ മൂലം ഉഴലുമ്പോൾ ഏറെ ഉയർന്ന സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഗർഭിണിയാണെന്നറിയുന്ന നിമിഷം മുതൽ 9 മാസം വരെ ഇതെന്തോ വലിയ കാര്യമാണെന്ന് ചിന്തിച്ച് ആവശ്യമായ വ്യായാമം എടുക്കാതെ ഓവറായി ഭക്ഷണരീതികൾ സ്വീകരിച്ചുകൊണ്ട് അമിതവണ്ണവും അമിതഭാരവുമായി മുന്നോട്ട് നീങ്ങുന്നു. ഇത്തരത്തിൽ അവൾ പലതരത്തിലുള്ള രോഗത്തിന് അടിമയാകുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലൈറ്റിസ്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ പല രോഗങ്ങളും ഇന്ന് ഗർഭിണികളിൽ കണ്ടുവരുന്നുണ്ട്. ഇതിന്റെയെല്ലാം ഒരു ഭാഗമായി പ്രസവത്തിന് ശേഷം 10-12 വർഷത്തിന് ശേഷം അവൾ ഒരു പ്രമേഹ രോഗിയായി അഥവാ രക്തസമ്മർദ്ദമുള്ള ഒരു രോഗിയായി മാറാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ജീവിതശൈലിയിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമായ ഭക്ഷണരീതികൾ ശ്രദ്ധിക്കുകയും പോഷകസമ്പന്നമായ ഭക്ഷണം എടുക്കുന്നതിനായി ശ്രദ്ധിക്കുകയും ചെയ്യണം. ഒപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതിനും രോഗി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഗർഭിണികളാകുന്നവരിൽ ഒരു 20 ആഴ്ച തുടങ്ങിയാണ് കുഞ്ഞിന്റെ ചലനം അവൾ
മനസ്സിലാക്കുന്നത്. ആയതിനാൽ ആ സമയം മുതൽ കുഞ്ഞിന്റെ ഉദരത്തിലുള്ള ചലനം മനസ്സിലാക്കുന്നതിനും അവയിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടാൽ ഡോക്ടറെ സമീപിക്കുന്നതിനും അവൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭധാരണ കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആത്മീയവും മാനസികവും ശാരീരികവുമായ സുസ്ഥിതിയാണ്. ഇതിന് നമ്മെ ഏറെ സഹായിക്കുന്നതാണ് ശരിയായ ഭക്ഷണരീതി, ശരിയായ വ്യായാമം, മാനസിക ഉല്ലാസം, മാനസിക വിശ്രമം നൽകുന്ന നല്ല വായനകൾ, സംഗീതം, മ്യൂസിക് തെറാപ്പി എന്ന് നാം ഏറെ കേട്ടിട്ടുള്ളതാണ്. നല്ല സംഗീതങ്ങൾ കേൾക്കുക, നല്ല ചിട്ടയായ പ്രാർത്ഥനാ രീതിയിലേക്ക് കടന്നു വരിക. അങ്ങനെ ബാഹ്യവും ആന്തരികവുമായി നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഏത് രീതിയിൽ പരിഹാരം നേടണമെന്നും ഈ ഗർഭകാലം ഏറ്റവും നന്നായി എങ്ങനെ വിനിയോഗിക്കാമെന്നും അങ്ങനെ നല്ലൊരു കുഞ്ഞിന് രൂപം കൊടുക്കുവാൻ, അതായത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനായി അവനെ എങ്ങനെ ജനിപ്പിക്കാമെന്നും തീരുമാനിക്കുവാൻ നമുക്ക് തന്നെ സാധിക്കും. ആയതിനാൽ നാം ഓരോരുത്തരുമാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അതിന് സഹായിക്കുക എന്നതാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ഇന്നത്തെ ആധുനിക സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. അതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികളെ വേണ്ട. ആയതിനാൽ ഒരു കുട്ടിക്ക് ശേഷം അടുത്ത കുട്ടി ഉടനെ ഉണ്ടാവുകയാണെങ്കിലോ അഥവാ 2 കുട്ടികൾക്ക് ശേഷം ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോഴോ അവൾ അല്ലെങ്കിൽ ആ ദമ്പതികൾ ആദ്യമായി ചിന്തിക്കുന്നത് ഇതിനെ എങ്ങനെ നശിപ്പിച്ചു കളയാമെന്നുള്ളതാണ്. പ്രിയ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നാം ഒരിക്കലും അബോർഷന് മുതിരരുത് എന്നതാണ്. പുറത്ത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഒരു കുട്ടി ഉള്ളതുപോലെ തന്നെയാണ് അകത്ത് ഉദരത്തിലുള്ള ശിശുവും. അതിനും നമ്മളെപ്പോലെ ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവുകളുണ്ട്. ഒരു കുഞ്ഞ് വേണ്ട എന്ന് നാം മനസ്സിൽ വിചാരിക്കുമ്പോഴേ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന്റെ മനസ്സിലേക്ക്, ബുദ്ധിയിലേക്ക് എല്ലാം എന്നെ വേണ്ട എന്നുള്ള ചിന്ത കടന്നു വരികയാണ്. ആയതിനാൽ നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ഒരു കുഞ്ഞിനെ നശിപ്പിക്കുക അത് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ അതിനുശേഷമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല. ആയതിനാൽ നാം ഓരോരുത്തരും അബോർഷൻ അരുതേ എന്ന ചിന്താഗതിയോട് വളരെ കൂറു പുലർത്തുന്നവരായിക്കൊണ്ട് അതിനൊരിക്കലും മുതിരരുതേ എന്നാണ് എന്റെ അപേക്ഷ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഏറെ വിറപ്പിക്കുന്ന, നമ്മിൽ ഭയം ജനിപ്പിക്കുന്ന ഒരസുഖമാണ് ക്യാൻസർ രോഗം. സ്ത്രീകളിൽ ഇന്ന് പ്രധാനമായും കണ്ടുവരുന്നത് സ്തനാർബുദം, ഗർഭാശയ അർബുദങ്ങൾ ഇവയെല്ലാമാണ്. അർബുദ രോഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നേരത്തെയുള്ള കണ്ടുപിടുത്തം, ചികിത്സ ഇവ വഴി അവയെ മാറ്റാൻ നമുക്ക് സാധിക്കും. എങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു 40-45 വയസ്സിന് ശേഷം വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് ആവശ്യമായ പരിശോധനകൾ, ടെസ്റ്റുകൾ ഇവ നടത്തുന്നത് വഴി ഒരു പരിധിവരെയെങ്കിലും ഇവ നേരത്തെ മനസ്സിലാക്കുന്നതിനും ട്രീറ്റ്മെന്റുകൾ സ്വീകരിക്കുന്നതിനും നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ OPD-കളിൽ രോഗികൾ എത്തുമ്പോഴേക്കും ഏറെ വൈകിക്കഴിയും. ഏറെ ദുഃഖത്തോടും വേദനയോടും കൂടി അവർ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ പോകുന്നു. ഒരല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ആകാമായിരുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ഒരു അർബുദമാണ് സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസർ രോഗം. ക്രമമായിട്ടുള്ള ചെക്കപ്പ് വഴി ഇവ മനസ്സിലാക്കുന്നതിനും പാസ്മിയർ തുടങ്ങിയുള്ള ടെസ്റ്റുകൾ വഴി ഏർലി ഡിറ്റക്ഷൻ നടത്തി ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ സ്വീകരിക്കുന്നതിനും സ്ത്രീകൾ മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സ്തനാർബുദം, ഗർഭാശയ ക്യാൻസർ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ അഥവാ അണ്ഡാശയ ക്യാൻസർ ഇവയെല്ലാമാണ് കണ്ടുവരുന്നത്. ക്യാൻസർ രോഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സ്തനാർബുദം, ആമാശയ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഇവയെല്ലാം ഒരു പരിധിവരെ പാരമ്പര്യമായും കണ്ടുവരുന്നുണ്ട്. കുടുംബങ്ങളിൽ ഇങ്ങനെ പാരമ്പര്യമുള്ള സ്ത്രീകൾ നേരത്തെ തന്നെ ഡോക്ടറെ സമീപിച്ച് ആവശ്യമായ ചെക്കപ്പുകൾ നടത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാമോഗ്രാഫി, അബ്ഡോമിനൽ അൾട്രാസൗണ്ട്, പാപ്സ്മിയർ തുടങ്ങിയ ടെസ്റ്റുകൾ വഴി അർബുദ രോഗത്തെ കണ്ടുപിടിക്കുന്നതിനും ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നതിനും നാം മുന്നോട്ട് വരണം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ മുമ്പായി രോഗം വരുന്നതിനെ പ്രതിരോധിക്കുക എന്നതിന് നാം മുൻകൈ എടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ളതാണ് ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ
ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക, ആവശ്യമായ വ്യായാമങ്ങൾ ചെയ്യുക, ആത്മീയവും മാനസികവും ശാരീരികവുമായ ഒരു സുസ്ഥിതിയിലുള്ള അവസ്ഥയിലേക്ക് കടന്നു വരിക. ഇവയ്ക്കെല്ലാം നാം ആവശ്യമായ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പക്വമതികളായി ആരോഗ്യമുള്ള ഒരു ജനതയായി നാം ഓരോരുത്തരും വളർന്നു വരുന്നതിന് നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി ആശംസിക്കുന്നു.